നമസ്കാരം. ജാതിയും രാഷ്ട്രീയവും തോറ്റൊരിടമായി മഞ്ചേശ്വരം വീണ്ടും മാറുകയാണ്. RSS പ്രവർത്തകന്റെ മൃതദേഹം ഏറ്റെടുക്കാതെ ഉറ്റവർ മടങ്ങിയപ്പോൾ നാരായണന് മകളായി മാറിയത് ഇർഫാന ഇക്ബാലാണ്. കൂട്ടിക്കിഴച്ച കണക്കുകളിലും കൊടിനിറങ്ങളിലും മനുഷ്യത്വം വറ്റിവരണ്ടു പോകാത്ത ചില മനുഷ്യരുണ്ട്. കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും മനസ്സ് നിറയ്ക്കുന്ന, കണ്ണ് നനയിപ്പിക്കുന്ന ഒരു ദൃശ്യം കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ നെഞ്ചകം തേടുകയാണ്. രാഷ്ട്രീയത്തിന്റെ ചേരിതിരിവുകൾക്കപ്പുറം, ചോരബന്ധങ്ങളുടെ നിസ്സംഗതക്കപ്പുറം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കാവലാകുന്ന ഒരു കാഴ്ച. RSS പ്രവർത്തകനായ മീഞ്ച ചിക്രൂപദവ് സ്വദേശി 64 വയസ്സുള്ള നാരായണന്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ സ്വന്തം ചോരയും കൂടപ്പിറപ്പുകളും കൈമലർത്തിയപ്പോൾ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ മകളുടെ സ്ഥാനത്ത് നിന്ന് ചിതയ്ക്ക് തീ കൊളുത്തിയത് ജില്ലാ പഞ്ചായത്ത് മെമ്പറും മുസ്ലിം ലീഗ് നേതാവുമായ ഇർഫാന ഇക്ബാലാണ്. ഈ ഒരു സന്ദർഭം നൈമിഷികമായി ഉണ്ടായതല്ല. ആഴ്ചകളോളം ഭക്ഷണം പോലും കഴിക്കാനാവാതെ നാട്ടിൻപുറത്തെ കടവരാന്തയിൽ മരണത്തോട് മല്ലിടിക്കുകയായിരുന്നു നാരായണൻ. വാർഡ് മെമ്പർ ഷെരീഫ് ചിന്നാല വിവരം അറിയിച്ച ഉടൻ ഇർഫാന ഇക്ബാൽ അവിടെ ഓടിയെത്തി. ജില്ലാ കളക്ടറെയും മെഡിക്കൽ ഓഫീസറെയും വിവരം അറിയിച്ചു. ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷൻ പ്രവർത്തകരുടെ സഹായത്തോടെ അദ്ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഒരു മാസത്തോളം അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ഇന്നലെ നാരായണൻ മരണത്തിന് കീഴടങ്ങിയത്. നാരായണന്റെ മരണവിവരം മഞ്ചേശ്വരം പോലീസ് ബന്ധുക്കളെ അറിയിച്ചെങ്കിലും മൃതദേഹം ഏറ്റുവാങ്ങാൻ ആരും തയ്യാറായില്ല. 2 ഭാര്യമാരും മക്കളും സഹോദരിമാരും ഉണ്ടായിട്ടും മൃതദേഹം സംസ്കരിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും ഇർഫാനയ്ക്ക് വിട്ടു നൽകാമെന്നും അവർ സമ്മതപത്രം എഴുതി നൽകുകയായിരുന്നു. ചില ബന്ധങ്ങൾ ചോര കൊണ്ടല്ല, മനുഷ്യത്വം കൊണ്ടാണ് എഴുതപ്പെടുന്നത്. ബന്ധുക്കളുടെ സമ്മതപത്രവുമായി മെഡിക്കൽ കോളേജിൽ നിന്നും ആംബുലൻസിൽ ഉപ്പള ചെറുകോളി പൊതു ശ്മശാനത്തിൽ മൃതദേഹം എത്തിച്ചു. അവിടെ വെച്ച് എല്ലാ രാഷ്ട്രീയ വേർതിരിവുകൾക്കും മതങ്ങൾക്കും അപ്പുറം ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് ഹൈന്ദവ ആചാരപ്രകാരം ഇർഫാന നാരായണന്റെ ചിതയ്ക്ക് തീ കൊളുത്തി. പൊതുപ്രവർത്തകരായ റിയാസ് പിലാത്തറ, മഹമ്മദ് കൈക്കമ്പ എന്നിവരും ഈ അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷിയായി തുണയായി നിന്നു. ഉറ്റവർ നഷ്ടപ്പെട്ട് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട 50ഓളം വൃദ്ധജനങ്ങൾക്ക് തണലാകുന്ന ഉപ്ലയിലെ ഷെയ്ഖ് സായിദ് തീരത്തിന്റെ സ്ഥാപക കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഇർഫാന ഇക്ബാൽ. ക്ഷീരപ്പാലയിൽ നിന്ന് നമുക്ക് ഫോൺ കോൾ വന്നു. അവിടുത്തെ ഷെരീഫ് മെമ്പറിന്റെ മറ്റ് നാരായണൻ പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെയുണ്ട്, ആരും നോക്കാൻ ആൾക്കാരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് സായിദ് ട്രസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഏറ്റെടുക്കാമെന്നാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായത്. ആ സമയത്ത് അവർ അത്ര ഒരു കണ്ടീഷനിലല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ കളക്ടറെ വിളിച്ച് സംസാരിച്ച് അവിടെ നിന്നാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. പെരിയത്തേക്കാണ് ആദ്യം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത്. ഇന്ന് പെരിയത്തിന് അവർ റെഫർ ചെയ്തിട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചികിത്സയിലായിരുന്നു. ക്യാൻസർ ബാധിതരായി 4th സ്റ്റേജ് ആയിരുന്നു. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ ബന്ധുക്കളടുത്ത് നമ്മൾ പറഞ്ഞ സമയത്ത് ഇൻഫോർമേഷൻ കൊടുത്തു. എന്നാലും അവർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല, ബോഡി ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെ നമ്മളിന്ന് ഏറ്റെടുത്തു. ഇന്ന് ബോഡി അടക്കം ചെയ്തു. മതത്തിന്റെ പേരിൽ മനുഷ്യൻ ചേരിതിരിയുന്ന ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ വൈരത്തിനപ്പുറം സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവയുണ്ടെന്ന് തെളിയിക്കുകയാണ് ഇർഫാന. രുദ്രഭൂമിയിൽ അദ്ദേഹത്തെ മരണാന്തര ചടങ്ങുകൾ ചെയ്തു. ഈ മനുഷ്യത്വത്തിന് മുന്നിൽ ജനങ്ങൾ ഒന്നടങ്കം കൈയടിക്കുകയാണ്. കാരണം മനുഷ്യനേക്കാൾ വലിയൊരു മതവും രാഷ്ട്രീയവും ഭൂമിയിലില്ല.